ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാടൻ വിഭവമായ വെള്ളരിക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു പച്ചടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങൾ: വെള്ളരിക്ക 300 ഗ്രാം, തൊലി ചെത്തി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക, പച്ചമുളക്, ഇഞ്ചി സ്റ്റൗ കത്തിച്ച് ഒരു ചരുവത്തിൽ അല്പം വെള്ളം ഒഴിച്ച്, അല്പം കറിവേപ്പിലയും കൂടെ ഇടണേ. വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളമാകരുത്, അത് അല്പം വെള്ളം ഒഴിച്ച് വേവിക്കുക. അരപ്പിനാവശ്യമായ തേങ്ങ, അരമുറി തേങ്ങ ചിരകിയത്, ഒരു പച്ചമുളക്, 8 ചുവന്നുള്ളി, ഒരല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഇത്രയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. തേങ്ങയൊക്കെ നല്ല രീതിയിൽ അരച്ചിട്ട് 1 ടീസ്പൂൺ കടുക് ചേർക്കണം. ഇതാണ് ഇതിൻ്റെ പ്രധാന പച്ചടിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. ഇത് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്യുക. തേങ്ങയുടെ അരപ്പ് വെള്ളം പറ്റിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ചേർക്കുക. ഈ വെള്ളരിക്കകത്തോട്ട് വെള്ളരിക്ക ഉപ്പിട്ട് വേണം വേവിക്കാനേ. തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം ശരിക്കും നമ്മൾ ഡ്രൈ ആക്കി എടുക്കണേ, വെള്ളമയമേ കാണരുത്. വെള്ളമൊക്കെ പറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ട് എടുത്തതിന് ശേഷം ചെറു ചൂടോടുകൂടി പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സൈഡിലോട്ട് മാത്രമേ മിക്സ് ചെയ്യാവൂ, സ്പൂണിട്ട് കേട്ടോ. അതിന് ശേഷം കടുക് വറുത്ത് ചേർക്കുക. വേണ്ടി പാൻ വെച്ച് സ്റ്റൗ കത്തിച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം 2 വറ്റൽമുളക്, 4 കൊച്ചുള്ളി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില. ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടി, അല്പം കായപ്പൊടി ചേർത്ത് വേണം പച്ചടിക്കകത്തോട്ട് ഒഴിക്കാൻ. കടുക് വറുത്തത് പച്ചടിയിലേക്ക് ചേർത്തതിന് ശേഷം ഉടനെ ഇളക്കരുത്. ഇത് കുറച്ച് നേരം അടച്ചു വെക്കും. ഒരു 10-20 മിനിറ്റിന് ശേഷമേ നമ്മളിത് കൂട്ടി യോജിപ്പിക്കാവൂ. എന്നാലേ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് ഏത് കറികളിലോട്ടാണെങ്കിലും കടുക് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ തൈര് ചേർത്ത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കരുതെന്ന് പറഞ്ഞത്, ഒത്തിരി ഇളകി കഴിഞ്ഞാൽ വെള്ളം പോലാകും. അതാണ് നമ്മൾ പ്രത്യേകം പച്ചടിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു സൈഡിലോട്ട് മാത്രമേ ഇളക്കാവൂ. ഉപ്പ് ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചോറിൻ്റെ കൂടെ തൊട്ടുകൂട്ടാനായിട്ട് നല്ലൊരു വിഭവമാണ് വെള്ളരിക്ക പച്ചടി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.